everyone, welcome back. So നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് എൻ്റെ തന്നെ ലൈഫിൽ നിന്ന് എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പഠിച്ച ഒരു വലിയൊരു പാടാണ് അതിൻ്റെ റിപ്പീറ്റ് കാലഘട്ടത്തിൽ. അതായത് ഇപ്പോൾ നീറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റേതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണെങ്കിലും റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും അല്ലെങ്കിൽ അതിൻ്റെ മേലെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ഏതൊരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഉള്ളൊരു ടെൻഷനായിരിക്കും എനിക്ക് എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്. സോ ഈ ഒരു നെഗറ്റീവ് തോട്ട് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകും. സോ ഇതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏതൊരു എക്സാമിനേഷനും ഒരു റിയാലിറ്റി തന്നെയാണ്. ഒന്നെങ്കിൽ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. അപ്പൊ കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫിലേക്ക് നമുക്ക് പോകും. പക്ഷെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എക്സാമിൻ്റെ ഒരു 100% 100% എഫേർട്ട് ഇട്ടിട്ടാണ് നമുക്ക് കിട്ടാത്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം? നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു എക്സാം ഞാൻ ക്ലിയർ ആക്കും, എന്തായാലും ക്ലിയർ ആക്കും എന്നുള്ള നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാം, അതായത് ഞാൻ ഈ ഒരു പോർഷൻ, ഈ ഒരു സിലബസ് 100% കവർ ചെയ്യും. ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു എക്സാം ഡിമാൻഡ് ചെയ്യണം എന്തൊക്കെയാണോ, എത്രമാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, എത്രമാത്രം ടെസ്റ്റ് സീരീസ് ഞാൻ അറ്റൻഡ് ചെയ്തായിരിക്കും ക്ലിയർ ആക്കാൻ പറ്റും, ഇങ്ങനെ എല്ലാം റിസർച്ച് ചെയ്ത് അതെല്ലാം അതേ രീതിയിൽ ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പിന്നെ എക്സാം നിങ്ങൾ എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, വാട്ട് എവർ മേ ബി ദ റിസൾട്ട്, നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ആ കിട്ടിയ റിസൾട്ട് അത് നിങ്ങളുടെ 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടിയ റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ റിസൾട്ട് എന്താണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ ഒരു എഫേർട്ട് ഇട്ടതിനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അപ്രീഷിയേഷൻ അർഹിക്കുന്നത് ശരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ആ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസിലായിരിക്കും ഒരുപക്ഷെ ഉള്ളത്. അപ്പൊ ആ ഒരു ഫേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% എഫേർട്ട് ഇടുക. അതായത് പിന്നെ ഈ എക്സാം കഴിയുമ്പോൾ കിട്ടുമോ കിട്ടാതിരിക്കുമോ അതൊരു വിഷയമേ അല്ല. നിങ്ങൾ എഫേർട്ട് ഇട്ടതിന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടിയിരിക്കും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഒരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി അതാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു പരാജയമായിരിക്കൂല. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ 100% എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് അത് കിട്ടാത്തത്. സോ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രമാണ്, ഈ ഒരു പ്രോസസ്സിൽ എഫേർട്ട് ഇടുക എന്നുള്ള ഈ ഒരു പ്രോസസ്സിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് എന്ന് പറയുന്ന കാര്യമേ ഉണ്ടാവില്ല. അത് ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്ന കാലത്ത് അതും ഞാൻ എല്ലാവരെയും പോലെ ഒരു റിപ്പീറ്റർ ആയിരുന്നില്ല. അതായത് ഞാൻ 12th കഴിഞ്ഞ് 3 വർഷം ഡിഗ്രിക്ക് പോയി, ആ 3 വർഷം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് പിന്നെ കിട്ടാത്തത് കാരണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കറിയാം, എനിക്ക് ആ റിപ്പീറ്റ് തുടങ്ങിയ വർഷമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതായത് ഞാൻ ഇനി ഒരു വർഷം ഇവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ, കാരണം എൻ്റെ ആഗ്രഹമാണ് എനിക്ക് നീറ്റ് ക്ലിയർ ആക്കണം, MBBS പഠിക്കണം, അത് എൻ്റെ മാത്രം ആഗ്രഹമാണ്. അപ്പൊ ഈ ഒരു വർഷം ഞാൻ എങ്ങനെയാണ് ഇവിടെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റൂല, ഞാൻ കുറേ സമ്മതിപ്പിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ ഒന്നും കൂടി പോയത്. സോ ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണിത്. അതായത് കിട്ടുമോ കിട്ടൂലേ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ ലൈഫിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഇയർ അത് ഇതാണ്. ഈ 2024-25 അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ ഇതിനപ്പുറം എൻ്റെ ലൈഫിൽ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു വർഷം എൻ്റെ ലൈഫിലേ ഇല്ല. അപ്പോൾ സോ ആസ് എ റിപ്പീറ്റർ എൻ്റെ ലൈഫിൽ ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ്. സോ ഈ ഒരു വർഷത്തിൻ്റെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഞാൻ അത് എൻജോയ് ചെയ്യും, ഞാൻ ചെറിഷ് ചെയ്യും. അത് അതിൻ്റെ ഒരു റിപ്പീറ്റർ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് 100% ഞാൻ കമ്മിറ്റഡ് ചെയ്യും. ഞാൻ ക്ലാസ്സിലൊന്നും ആ ഒരു പോയിന്റ് വരെ അധികം ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ ആ ഒരു ഡിസിഷൻ എടുത്ത അന്ന് തൊട്ട് ഞാൻ ക്ലാസ്സിലെ ഏറ്റവും ആക്റ്റീവായിട്ട് ഏറ്റവും ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടി ഒരു പക്ഷെ ഞാനായിരുന്നിട്ടുണ്ടാവും. കാരണം ഒരു റിപ്പീറ്റർ അങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ അന്ന് തൊട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ആ ഒരു വർഷം ഞാൻ ഫുൾ കമ്മിറ്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. കാരണം എനിക്കറിയാം ഇതിനപ്പുറം എൻ്റെ ലൈഫിൽ റിപ്പീറ്റ് ഇയർ ഇല്ല. സോ ഞാൻ മാക്സിമം തന്നെ എൻജോയ് ചെയ്താണ് ആ ഒരു വർഷം, ഈ ഒരു ലാസ്റ്റ് ഇയർ പഠിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോടും പറയാനുള്ള കാര്യം, ഇനി ഒരു പക്ഷെ ഇതിനപ്പുറം ഒരു വർഷം നിങ്ങൾക്ക് കൊടുക്കാനില്ല എന്ന് തന്നെ ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 100% ഓട്ടോമാറ്റിക്കലി വന്നു പോകും. നിങ്ങൾക്ക് ഇതിനപ്പുറം ഇനി റിപ്പീറ്റ് ഒന്നും ഇല്ല. ഈ ഒരു വർഷം ആസ് എ റിപ്പീറ്റർ കൊടുക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ഈ ഒരു പ്രോസസ്സിൽ കൊടുക്കും എന്നുള്ളത് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ 100% പോർഷൻസും സിലബസും കവർ ചെയ്തിട്ട് എനിക്ക് ആ ഒരു എക്സാമിന് എത്ര മാർക്കാണ് കിട്ടുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് പഠിക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 20 ചാപ്റ്ററോളം അപ്പോഴും പഠിക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ ഉണ്ടാവാൻ കാരണം അതാണ്. 20 ചാപ്റ്റർ കൂടെ
പഠിച്ചു കഴിഞ്ഞ് വൃത്തിക്ക് ഒരു നീറ്റും കൂടി എഴുതി എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റിന്റെ ആൻസർ കണ്ടെത്തുക എന്ന് മാത്രമേ ഞാൻ ഓൾ ത്രൂ ഔട്ട് ദിസ് ഇയർ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് ടെൻഷൻ, എനിക്ക് കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി മാത്രമാണ്. അതായത് ഈ നീറ്റിന്റെ 80 ചാപ്റ്ററും കവർ ചെയ്ത് ഞാൻ ഒരു നീറ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും, എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന ക്യൂരിയോസിറ്റിക്ക് ഒരു ആൻസർ കണ്ടെത്തുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് സ്ട്രെസ് അടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാവരെയും വിഷയമാണ്. സോ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.